ഏപ്രിൽ 25 വെള്ളിയാഴ്ച. യോഹന്നാൻ 21:1-14 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ സംഭവം നടക്കുന്നത് തിബീരിയസ് കടൽത്തീരത്താണ്. ശിമയോൻ പത്രോസും മറ്റ് നിരവധി ശിഷ്യന്മാരും കടൽ തീരത്തുകൂടി നടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിമയോൻ പത്രോസ് മീൻ പിടിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഒന്നും ചെയ്യാനില്ലാതെ അയാൾ മടുത്തു. പത്രോസ് തൻ്റെ തീരുമാനം മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ അവരിൽ പലരും അവനോടൊപ്പം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വള്ളത്തിൽ പോയി മണിക്കൂറുകളോളം മീൻ പിടിക്കാൻ നോക്കി. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. എത്ര നിരാശാജനകം! അന്ന് പുലർച്ചെ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ കരയിൽ നിൽക്കുകയായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. ആ അപരിചിതൻ വിളിച്ചു പറഞ്ഞു ശിഷ്യന്മാരോട്, മീൻ വല്ലതും കിട്ടിയോ? കിട്ടിയില്ല എന്ന് അവർ മറുപടി നൽകി. അപ്പോൾ അവൻ വള്ളത്തിൻ്റെ മറുവശത്ത് വല വീശാൻ പറഞ്ഞു. അപ്പോൾ അതാ അല്പം മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ വലകൾ മത്സ്യത്താൽ നിറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു. വല പൊട്ടിപ്പോകുമെന്ന് പോലും ഭയപ്പെട്ടു. ആ നിമിഷം യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കേട്ട ഉടനെ ആവേശത്തോടെ പത്രോസ് കടലിലേക്ക് ചാടി. ബാക്കിയുള്ള ശിഷ്യന്മാർ കഴിയുന്നത്ര വേഗത്തിൽ തുഴഞ്ഞ കരയിലെത്തി. കരയിലെത്താൻ അവർ എത്രമാത്രം അക്ഷമരായിരുന്നു എന്നും യേശുവിനെ കാണാൻ അവർ എത്രമാത്രം ആവേശഭരിതരാണെന്നും സങ്കല്പിക്കാം. വീണ്ടും അവർ അവരുടെ സുഹൃത്തും ഗുരുവും കർത്താവുമായ ഗുരുവിനോടൊപ്പം ഉണ്ടാകും. അവർ കരയിലെത്തിയപ്പോൾ യേശു അവിടെ ഒരു തീ കൂട്ടിയിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം സാധാരണ സംഭവങ്ങളെ അത്ഭുതകരമാക്കി മാറ്റുന്നു. നിരാശയുടെയും വ്യർത്ഥതയുടെയും പ്രതീകമായ ഒഴിഞ്ഞ വലകൾ മത്സ്യങ്ങളാൽ നിറയുന്നു. ഇത് ഭൗതിക സമൃദ്ധിയെ മാത്രമല്ല, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സമൃദ്ധിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ തരിശായി തോന്നുന്നത് സമൃദ്ധമായി മാറുമെന്നും അവസാനമായി തോന്നുന്നത് ഒരു പുതിയ തുടക്കമാകുമെന്നും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിരാശയുടെ ഓരോ നിമിഷത്തിലും പ്രത്യാശയ്ക്കും പുതുക്കലിനും എപ്പോഴും അവസരമുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ സംഭവം നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകട്ടെ. നാം കേൾക്കാനും വിശ്വസിക്കാനും തയ്യാറാകുമ്പോൾ നമ്മുടെ അത്ഭുതകരമായ മീൻപിടുത്തത്തിലേക്ക് നമ്മെ നയിക്കാൻ കാത്തിരിക്കുന്ന യേശു എപ്പോഴും കരയിലുണ്ടെന്ന് നമുക്ക് കണ്ടെത്താനാകും. യേശു പ്രത്യക്ഷപ്പെടുന്നത് ചിലപ്പോൾ വ്യത്യസ്ത രീതിയിലായിരിക്കും. യേശുവാണ് നമ്മോടൊപ്പം ഉള്ളതെന്ന് എല്ലായ്പ്പോഴും വ്യക്തമല്ല. എന്നിരുന്നാലും ആ ഉദ്ദേശ്യം എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും ഒരു വ്യക്തിയെ നമ്മുടെ അടുത്തേക്ക് അയച്ചതായി നമുക്കൊരു തോന്നലുണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, യേശു എല്ലാ ദിവസവും നമ്മുടെ അടുക്കൽ വരുന്നു. അവൻ നമ്മോട് സംസാരിക്കുകയും തൻ്റെ വചനത്താലും പ്രസൻസാലും ദിവ്യകാരണത്തിലൂടെയും പരസ്പരം വഴിയും നമ്മെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളും ഇന്ദ്രിയങ്ങളും അവൻ്റെ വരവിനായി ഉണർന്നിരിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.